ഈ സ്നേഹതീരം പ്രോഗ്രാം വളരെ മനോഹരമായിരുന്നു. അത് ഓരോരുത്തരും നല്ലപോലെ ആസ്വദിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതിലുള്ള അധ്യാപകരാണേലും ഓരോരുത്തരും അനുഭവം ഷെയർ ചെയ്തവരാണെങ്കിലും ആ കൂട്ടായ്മ വളരെ ജീവദായകമായിരുന്നു. ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് വന്നവരാണല്ലോ, സ്കൂളിലെ കാര്യങ്ങളൊക്കെ മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ നിങ്ങളെ ജീവിച്ച കാര്യങ്ങൾ, അപ്പോൾ സ്കൂളിന് വേണ്ടി നിങ്ങൾ ഏറ്റെടുത്ത ആ കാലഘട്ടത്തിലെ നിങ്ങളുടെ അധ്യാപകരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ മാതൃകകൾ, അന്നത്തെ സ്നേഹം, അത് നിങ്ങളുടെ അനുഭവങ്ങൾ പലരും ഷെയർ ചെയ്തപ്പോൾ ഈ വിദ്യാലയം എത്രയോ ഒരു നന്മയുടെ കേന്ദ്രമായിട്ട് നിലകൊള്ളുന്നു. ഇനിയും ഈ വിദ്യാലയം അനേകർക്ക് ഒരു തണലാകണം. ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇത്, നിങ്ങളുടെ ബാച്ചുകാരും മറ്റുള്ളവരൊക്കെ ഇത് അറിയുകയായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുണങ്ങുമിലെ അനുഗ്രഹിക്കപ്പെട്ടൊരു നാടാണെന്ന് എനിക്ക് തോന്നി. 4, 5, 6 തലമുറകൾ വരെ ഇന്നിപ്പം 85 വർഷമായി ഈ വിദ്യാലയം. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അവരുടെ പേരക്കിടാങ്ങളൊക്കെയാണല്ലോ ഇന്നിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ വിദ്യാലയം ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് പറ്റുന്ന സപ്പോർട്ട് വിദ്യാലയത്തിന് വേണ്ടി ചെയ്തുകൊണ്ടും എന്നും ഈ ഒരു കൂട്ടായ്മയുടെ ഒരു അനുഭവം നിലനിൽക്കുന്നത് തന്നെ നമുക്ക് ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളിലും ഒരു മുതൽക്കൂട്ടാണ്. ഇനി അങ്ങോട്ട് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും ഇത്ര വലിയൊരു കൂട്ടായ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ ഗുരുഭൂതർ കാണിച്ചു തന്ന നല്ല മാതൃകകൾ ഇനി അത് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തു. അതാണ് ഇന്ന് ഞങ്ങളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഇവിടുന്ന് കിട്ടിയ ആ സ്നേഹം, അതൊക്കെയാണ് ഞങ്ങൾക്ക് എന്നും പറയാനുള്ളതെന്ന് പല പ്രാവശ്യം കണ്ടപ്പോൾ ഇനി മറ്റുള്ളവരും എല്ലാവരും ഇതേപ്പറ്റി കണ്ടപ്പോൾ ഒത്തിരി ഒരു നല്ലൊരു ഇതായിട്ട്, ഈ അടുത്തെങ്കിലും ഇത്ര നല്ലൊരു ബാച്ച് ഗാദറിങ് ഉണ്ടായതായിട്ട് തോന്നിയില്ല. അപ്പം നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുകയാണ്. ലൈജുവിനും കൂട്ടുകാർക്കും ഇതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇനിയും നിങ്ങളുടെ ഈ കൂട്ടായ്മ ശക്തിപ്പെടുത്തിയെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.